Meet the editors. ചോദ്യം ഇതാണ്, ഭരണമാറ്റം ഉറപ്പിച്ചു. റൈറ്റ്, ഞാൻ പി ആർ സുനിലിൽ നിന്ന് തുടങ്ങാം. പി ആർ സുനിൽ, ഭരണമാറ്റം ഉറപ്പിച്ചോ? ഭരണമാറ്റം ഉറപ്പിച്ചു എന്ന് പറയാൻ വയ്യ ഇപ്പോൾ. കാരണം ഇതുവരെ വന്ന സർവേകൾ വെച്ച് നോക്കിയാൽ UDF-ന് മേൽക്കൈയുണ്ട് ഉറപ്പാണ്. പക്ഷേ ഈ സർവേകളുടെ ഒരു ഘടന പരിശോധിച്ചാൽ, സർവേകൾ നൽകുന്ന ഒരു ഫലസൂചനകൾ നമ്മൾ നോക്കിയാൽ എല്ലാ സർവേകളും ഒരു ടൈറ്റ് ഫൈറ്റിൻ്റെ സൂചനയാണ് നൽകുന്നത്. UDF-ന് മേൽക്കൈ നൽകുമ്പോഴും കുറഞ്ഞ സീറ്റ് എന്ന് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? കേവല ഭൂരിപക്ഷത്തിന് താഴെ നിന്ന്, അല്ലെങ്കിൽ അതിനടുത്ത് നിന്ന്, അതല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിൽ നിന്ന്. എപ്പോൾ വേണമെങ്കിലും മാറിമറിയാവുന്ന ഒരു സാഹചര്യം, മാറിമറിയാവുന്ന ഒരു സാഹചര്യം അതൊരു 10 സീറ്റിൽ അല്ലെങ്കിൽ ഒരു 15 സീറ്റിൽ കൃത്യമായി എല്ലാ സർവേകളും ഒരുപോലെ പ്രവചിക്കുന്നുണ്ട്. അതിൽ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ മാത്രമാണ് ഒരു വലിയ മേൽക്കൈ UDF-ന് നൽകുന്നത്, 90 സീറ്റ് വരെ. മറ്റെല്ലാ സർവേകളും നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ ജേർണോമീറ്റർ എന്ന് പറയുന്ന സർവേ നൽകുന്നത് 65 മുതൽ 80 സീറ്റ് വരെയാണ് UDF. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 65-ൽ നിന്നാണ് തുടങ്ങുന്നത്. 65-ൽ നിന്ന് തുടങ്ങി 80 വരെ. പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ നോക്കൂ, 66 മുതൽ 76 വരെ. അതുപോലെ ചാണക്യ സ്ട്രാറ്റജി സർവേ നോക്കൂ, 72-ൽ നിന്നാണ് 80-ലേക്ക് പോകുന്നത്. അതുപോലെ CNN വോട്ട് വൈബിൻ്റെ സർവേ 70-ൽ നിന്നാണ് 80-ലേക്ക് പോകുന്നത്. അതുപോലെ പി മാർക്ക് സർവേ 71-ൽ നിന്ന് 79-ലേക്ക്. ഇങ്ങനെ നോക്കിയാൽ മാട്രിക്സ് സർവേ 70-ൽ നിന്നാണ് 75 വരെ സീറ്റ് UDF-ന് നൽകുന്നത്. അതുപോലെ ടൈംസ് നൗ സർവേ 72-ൽ നിന്നാണ് 84-ലേക്ക് നൽകുന്നത്. ഒരു സർവേയും ഒരു ക്ലിയർ മെജോറിറ്റി UDF-ന് ആ നിലയിൽ കൊടുക്കുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. മാത്രമല്ല, നമ്മൾ നോക്കിയാൽ, അതായത് ഇന്ന് ടുഡേയ്സ് ചാണക്യയുടെ സർവേ വന്നിട്ടുണ്ട്. ടുഡേയ്സ് ചാണക്യയുടെ സർവേ വളരെ പ്രധാനപ്പെട്ടതാണ്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാകാം എന്നാണ് ടുഡേയ്സ് ചാണക്യ പറയുന്നത്. LDF-ന് ഒരുപക്ഷെ 55 മുതൽ 73 വരെ സീറ്റ് ലഭിക്കാമെന്ന് ടുഡേയ്സ് ചാണക്യ പറയുകയാണ്. 2014-ൽ അന്ന് നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമ്പോൾ അന്ന് BJPക്ക് ഏറ്റവും അധികം സീറ്റ് പ്രഡിക്റ്റ് ചെയ്ത ഏജൻസിയാണ് ടുഡേയ്സ് ചാണക്യ എന്ന് പറയുന്നത്. അന്ന് 300-ലധികം സീറ്റാണ് ടുഡേയ്സ് ചാണക്യ പ്രഡിക്റ്റ് ചെയ്തത്. പക്ഷേ 282 സീറ്റ് നേടി അന്ന് BJP അധികാരത്തിലെത്തി. ഒരുപക്ഷെ ടുഡേയ്സ് ചാണക്യ മാത്രമാണ് ആ ധൈര്യം എന്ന് കാണിച്ചത്. കോൺഗ്രസിന് 100-ൽ താഴെ സീറ്റ് ലഭിക്കുകയുള്ളൂ എന്ന് പ്രവചിച്ച ഏക ഏജൻസി ഒരുപക്ഷെ ടുഡേയ്സ് ചാണക്യ ആയിരിക്കും. ഏതായാലും ആ നിലയിൽ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഏജൻസിയാണ് ടുഡേയ്സ് ചാണക്യ എന്ന് പറയുന്നത്. പക്ഷേ UDF-ന് ഇത്തവണ കേരളത്തിൽ 60 മുതൽ 78 വരെ സീറ്റ് ടുഡേയ്സ് ചാണക്യ നൽകുന്നുണ്ട്. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 60-ൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സർവേകളൊക്കെ 68, 70, 71 അവിടെ നിന്ന് UDF തുടങ്ങും എന്ന് പറയുമ്പോൾ ടുഡേയ്സ് ചാണക്യ 60-ൽ നിന്ന് 78-ലേക്കാണ് പോകുന്നത്. അവിടെ ഒരു 9 സീറ്റ് മാറിയും മറിഞ്ഞും നിൽക്കാനുള്ള ഒരു സാഹചര്യം ഈ ഏജൻസി നൽകുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു ക്ലിയർ മെജോറിറ്റി അല്ലെങ്കിൽ ഒരു വലിയ തരംഗം കേരളത്തിൽ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായി ഉണ്ട് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, അതുപോലെ തന്നെ ഈ ഒരു വോട്ടിലെ കാസ്റ്റ് ഷെയർ കൂടി ടുഡേയ്സ് ചാണക്യ ഇന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. അത് നോക്കിയാൽ മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിൻ്റെ വോട്ട് നോക്കുമ്പോൾ 62% UDF-ന് പോകുന്നുണ്ട്. അതേസമയം 33% വോട്ട് LDF-ന് അനുകൂലമായി പോൾ ചെയ്തുവെന്ന് ഈ സർവേ പറയുന്നുണ്ട്. ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടിൽ 47% LDF പിടിച്ചു എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ആശങ്കയായിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈഴവ വോട്ടുകൾ ചോരും എന്നത്. കാരണം BJP ശക്തിപ്പെടുമ്പോൾ ആ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് മറിയാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്ക ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ 47% വോട്ട് LDF-ന് കിട്ടിയെന്ന് പറയുന്നു. 20% വോട്ട് മാത്രമാണ് UDF-ന് കിട്ടുക എന്ന് ഈ സർവേ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ട് 34% LDF-ന് കിട്ടും എന്ന് പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ടിലും ഒരു കൺസോൾട്ടേഷൻ UDF-ന് അനുകൂലമായി ഉണ്ടായി എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഈ സർവേ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കൂ, കേരളത്തിൽ UDF പ്രതീക്ഷിക്കുന്നത് എന്താണ്? കേരളമാകെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളും ഏകീകരിക്കപ്പെടും UDF-ന് അനുകൂലമായി. പ്രത്യേകിച്ച് FCR ഒരു വിവാദമൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ക്രിസ്ത്യൻ വോട്ട് കൂടി പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലുമൊക്കെ തന്നെ ഗുണകരമാകും എന്ന് UDF പ്രതീക്ഷിക്കുന്നിടത്താണ് അങ്ങനെയാകാൻ സാധ്യതയില്ല എന്ന സർവേ കൂടി വരുന്നത്. ഏതായാലും ഞാൻ ഈ ഒരു സർവേകൾ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് ഇപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ്. പക്ഷേ അപ്പോഴും UDF-ന് എഡ്ജുണ്ട്. ആ എഡ്ജ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ളൊരു എഡ്ജാണ്. അതൊരു പക്ഷേ മാറിമറിയാനുള്ള സാധ്യതയും ഞാൻ ഇപ്പോൾ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടുഡേയ്സ് ചാണക്യൻ്റെ അടക്കമുള്ള ഈ ഒരു സാമ്പിൾ സൈസ് നമ്മൾ നോക്കുമ്പോൾ അത് ഒരു കൃത്യമായി നമുക്ക് ഇത് കറക്റ്റാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ സാമ്പിൾ സൈസ് ഉള്ളത്. 11 സീറ്റ് വരെ പറയുന്നുണ്ട്.
എൻഡിഎക്ക് 11 സീറ്റ് വരെ പറയുന്നുണ്ട് ടുഡേയ്സ് ചാണക്യ. അതാണ് നമുക്കത് 20% വരെ. ഈ 11 സീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ട് ഷെയർ വെച്ചായിരിക്കാം ഒരുപക്ഷെ 11 സീറ്റ് നൽകുന്നത്. ആ 6 സീറ്റ് എവിടെയാണ് കിടക്കുന്നത്? തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ എന്നേ മാറി. അവിടെ സുരേഷ് ഗോപി വിജയിച്ച ശേഷം വെറും മാസങ്ങൾ കൊണ്ട് തന്നെ രാഷ്ട്രീയം അവിടെ മാറിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വോട്ട് ഷെയർ നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായി അറിയാം BJPക്ക് എത്രത്തോളം മേൽക്കൈ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടേ അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത്. അതേ വോട്ട് ഷെയർ ആയിരിക്കില്ല ഒരുപക്ഷെ BJPക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സാമ്പിൾ സൈസ് ഞാൻ പറഞ്ഞു വന്നത് ഏതാണ്ട് 24,419 സാമ്പിൾ സൈസാണ് ഈ ആക്സിസ് മൈ ഇന്ത്യ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ 70 ആളുകൾ ഈ ഇത്രയും സാമ്പിൾ സൈസ് എടുത്തു എന്നാണ് പറയുന്നത് വോട്ടിങ്ങിന് ശേഷം. ഇതൊക്കെ തന്നെ എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും 1000-ൽ 2 പേർ എന്ന നിലയിലാണ് സാമ്പിൾ സൈസ് പല ഏജൻസികളും എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അതിലൂടെ കൃത്യമായൊരു നിരീക്ഷണം നടത്താൻ കഴിയുമായിരിക്കും. പക്ഷേ നമ്മൾ നോക്കിയാൽ 2014 ശേഷം ഞാൻ ഇത് സർവേകൾ തെറ്റിയതുകൂടി പറയാം. 2014 ശേഷം നമ്മൾ നോക്കിയാൽ എത്ര സർവേകൾ തെറ്റിയിട്ടുണ്ട്. 2015 ഡൽഹിയിലെ സർവേ തെറ്റിയിട്ടുണ്ട്, ബീഹാറിലെ സർവേ തെറ്റിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഹരിയാന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ വെച്ച് അവിടുത്തെ സീറ്റ് ഷെയർ വെച്ച് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും സർവേ നടത്തിയപ്പോൾ ആ 2 സർവേയും തെറ്റി. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്ത എല്ലാ സർവേകളും തെറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷം 2025 നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രെഡിക്റ്റ് ചെയ്തത്? NDA അധികാരത്തിൽ വരും, പക്ഷേ അവർ തിൻ മെജോറിറ്റി ആവുന്നവരുണ്ട്. പക്ഷേ 200-ന്റെ അടുത്ത് സീറ്റ് നേടിയാണ് അവിടെ ബീഹാറിൽ അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർവേകൾക്കൊക്കെ തന്നെ ഒരു കാലിളകുന്ന അല്ലെങ്കിൽ അത്ര ക്രെഡിബിൾ അല്ലാത്ത രീതിയിൽ സർവേകൾ മാറുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഇത്തവണത്തെ ഈ സർവേ വെച്ച് കേരളത്തിൽ ഒരു വലിയ അധികാരമാറ്റം ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. ഈ സർവേകളിൽ ഒന്നാണ് തമിഴ്നാട്ടിൽ TVK അധികാരത്തിൽ വരുന്നു എന്നുകൂടി പറയുമ്പോൾ എനിക്കിതിൻ്റെ ക്രെഡിബിലിറ്റിയിൽ വലിയ സംശയമുണ്ട്. നമുക്ക് ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. ഇടതുപക്ഷം ഈ ടുഡേയ്സ് ചാണക്യയിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് കണക്കുകൾ നോക്കിയാൽ മുഖ്യമന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ചിരിക്കുന്നത് പിണറായി വിജയനെയാണ്. ആ അർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയാൻ കഴിയില്ല. ആക്സിസ് മൈ ഇന്ത്യയുടെയും ബാക്കിയുള്ള എല്ലാ സർവേകളിലും ഭരണമാറ്റം ഉറപ്പിച്ചോ എന്നുള്ളതാണ് ചോദ്യം. UDF ക്യാമ്പ് അമിതമായിട്ടുള്ള ആഹ്ലാദത്തിലുമാണ് ഈ സർവേകൾ റിസൾട്ട് വരുമ്പോൾ. ഭരണമാറ്റം ഉറപ്പിച്ചോ സ്മൃതി? ഞാൻ ഈ ഇന്നത്തെ പ്രതികരണങ്ങൾ വെച്ചിട്ടാണ് ചർച്ചയിൽ എൻ്റെ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ നമ്മൾ പൂർണ്ണമായും ചർച്ച ചെയ്തതാണ്. 9 ഫലങ്ങൾ UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. പക്ഷേ എന്നാൽ ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ സീറ്റ് കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇന്ന് വന്നിരിക്കുന്ന പ്രതികരണം ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോ കഴിഞ്ഞിട്ടുള്ള പ്രതികരണമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നതിൻ്റെ തുടർച്ച നേതാക്കളുടെ പ്രതികരണങ്ങളായി വരുന്നുണ്ട്. നമുക്ക് അഭിമാനിക്കാം, ഡോക്ടർ അരുൺ അഭിമാനിക്കാം. അങ്ങനെ അല്ല, പലപ്പോഴും അത് മാത്രമല്ല, നിങ്ങൾ വിശകലനം ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് കൂടി പറയുന്ന കണ്ടിട്ട് വാർത്താ സംവിധാനമാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം ഞാൻ കണ്ടു. അപ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി തന്നെയാണ് പ്രതികരിച്ചത്. അപ്പോൾ ഭരണമാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെ, തുടർ ഭരണം കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ തുക്ക് സഭയായിരിക്കുമെന്നുള്ള ഒരു ഫലം തന്നിരിക്കുന്നത്. ഇന്ന് കാത്തിരുന്ന നമ്മൾ നാളെയാണല്ലോ കഴിഞ്ഞ തവണ യഥാർത്ഥ ഫലത്തോട് ചേർന്ന് നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ച ടുഡേയ്സ് ചാണക്യയുടെ ഫലം വരിക എന്ന് പറഞ്ഞു. അതിപ്പോൾ വന്നു കഴിയുമ്പോൾ പറയുന്നത് 2021 പ്രവചിച്ചിരുന്ന LDFന് 93 മുതൽ 111 വരെയായിരുന്നു, UDFന് 36 മുതൽ 44 വരെയും, NDAക്ക് 0 മുതൽ 6 വരെയും ആയിരുന്നു. പക്ഷേ ഇപ്പോഴവർ പ്രവചിച്ചിരിക്കുന്നത് തൂക്കുസഭ എന്ന് പറയുമ്പോൾ UDFന് 60 മുതൽ 78, LDFന് 55 മുതൽ 73, NDAക്ക് 3 മുതൽ 11 എന്നുള്ളതാണ്. അപ്പോൾ UDFന് 40%, LDFന് 38%, BJPക്ക് 20% എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ BJPക്ക് 20% എന്നത് ഒരു വലിയ കണക്കാണ്. 3 മുതൽ 11 സീറ്റുകൾ വരെ നേടും എന്നുള്ളത് എവിടെ നിന്ന് വന്ന കണക്കാണ് എന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലത്തോട് ഇടതുപക്ഷത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. അത് വൈകുന്നേരം വന്നതായതുകൊണ്ട് ഇത് ഒരു പ്രതീക്ഷ അവർക്ക് കൂടുതൽ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയാവുന്ന കാര്യമാണ്. അപ്പുറത്താകട്ടെ കോൺഗ്രസിൻ്റെയൊക്കെ പ്രതികരണങ്ങൾ പലതരത്തിലാണ്. കാരണം ഇതല്ല, ഇതിലും കൂടുതൽ കിട്ടുമെന്ന് ചില നേതാക്കൾ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകളിലേക്ക് എത്തി എന്ന് പറയുന്ന നേതാക്കളെയും നമ്മൾ കണ്ടു. തിരുവഞ്ചൂരിനെ പോലുള്ള നേതാക്കളുടെ പ്രതികരണം കണ്ടു. ഏറ്റവും ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണം മുസ്ലിം ലീഗിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പാണക്കാട് തങ്ങളുടെ പ്രതികരണം അത് ഏറ്റവും ഉയർന്ന
നേതാവിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന പ്രതികരണം അതൊരു ചോദ്യത്തിനുത്തരമായിട്ടാണ്, മാധ്യമങ്ങളുടെ ചോദ്യത്തിനുത്തരമായിട്ടാണ്, വി ഡി സതീശനാണോ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിനുത്തരമായിട്ടാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി വരും എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത്. അപ്പോൾ വി ഡി സതീശനെ പിന്തുണയ്ക്കുകയാണ് മുസ്ലിം ലീഗ് എന്നുള്ള സൂചനകൾ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. ആ സൂചനയുടെ ഒരു ഭാഗമായി അത് വരികയാണ്. അപ്പോൾ ഘടകകക്ഷികൾ എന്ത് നിലപാടെടുക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയായി എവിടെ വരുന്നു. അതിനുശേഷമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം വരികയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാനില്ലായിരുന്നു. അദ്ദേഹം ഇന്ന് വന്ന് പ്രതികരിക്കുന്നു. അതാ ഭരണം UDF-ന് കിട്ടുകയാണ്. ഇപ്പോൾ UDF-ന് കിട്ടുകയാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചുകൊണ്ടാണ് ആ പ്രതികരണം വരുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഭരിക്കുക മുസ്ലിം ലീഗ് ആയിരിക്കും. മുസ്ലിം ലീഗ് ഭരിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മുസ്ലിം ലീഗ് ഭരിക്കും. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ മാത്രമല്ല ഇവിടെ മാറാടുകൾ ആവർത്തിക്കുമെന്ന് പറയുന്നു. ഈ മാറാടുകൾ ആവർത്തിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശനല്ല ആദ്യം പറഞ്ഞിട്ടുള്ളത്. മാറാടുകൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ CPM നേതാവായ AK ബാലനാണ്. അപ്പോൾ അത് തന്നെ വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറയുകയാണ്. അപ്പോൾ ഈ തരം പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഭരണം ലഭിക്കുകയും ലീഗിന് നല്ല രീതിയിൽ മേൽക്കൈ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ലീഗിന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വകുപ്പ് പോലും ചോദിക്കാൻ അധികാരമില്ല, അത് മിണ്ടിക്കൂടാ എന്ന രൂപത്തിലുള്ളൊരു ഒരു കാര്യം അവിടെ എടുത്തു വയ്ക്കുകയാണ്. അത് പറയുന്നത് അത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിലേക്കാണ് എടുത്തു കൊടുക്കുന്നത്. ഇതാണ് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തും വെള്ളാപ്പള്ളി അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് കാരണം ശ്വാസം മുട്ട്, മുസ്ലിങ്ങൾ കാരണം ശ്വാസം മുട്ടുന്നു മലപ്പുറത്ത് എന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളി മാറ്റിയത് മുസ്ലിം ലീഗ് കാരണമാണ് എന്ന് പറയുമ്പോൾ അതിനെ തിരുത്താതെ മുസ്ലിം ലീഗ് കാരണമാണല്ലോ ശ്വാസം മുട്ടുന്നത് എന്ന് അത് ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞ CPM അവിടെ നിൽക്കുകയാണ്. ഞാൻ ഈ ന്യൂനപക്ഷ ഏകീകരണം വരാനുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ പറഞ്ഞു മുസ്ലിം ലീഗ് കാരണമാണ് ശ്വാസം മുട്ടുന്നതെന്ന് പറയുന്നു. അങ്ങനെ മുസ്ലിം ലീഗ് കാരണം ശ്വാസം മുട്ടു എന്ന് പറയുമ്പോൾ ആ മുസ്ലിം ലീഗാണ് വയനാട്ടിൽ 51 വീടുകൾ നൽകിയിരിക്കുന്നത്. നല്ല ശ്വാസം എടുത്തുകൊണ്ട് അവിടെ നല്ല രീതിയിൽ അവിടെ ജീവിച്ചുകൊണ്ട് 51 കുടുംബങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ മുസ്ലിം ലീഗ് കൊടുത്ത വീടുകൾ കാരണമാണല്ലോ. അത്രയും സന്തോഷവും ആഹ്ലാദവും അവർ പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ ഒരിക്കൽ പോലും അവർ 51 വീടുകൾ നൽകിയപ്പോൾ അതിനെ ഒന്ന് അഭിനന്ദിക്കാൻ ഇവിടുത്തെ CPM തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ ആ തരത്തിൽ ഒരു വർഗീയ പാർട്ടി എന്ന രൂപത്തിൽ വെള്ളാപ്പള്ളി പറയുന്നതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ ഇവിടെ CPM ആ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ തയ്യാറായിരുന്നു. അത് മുസ്ലിം ലീഗിനെതിരായ പ്രതികരണമായിട്ടല്ല, അത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ പ്രതികരണമായിട്ടാണ് ഇവിടെ മുസ്ലിങ്ങൾ കണ്ടിട്ടുള്ള ഏതോടാണ്. അപ്പോൾ ന്യൂനപക്ഷ ഏകീകരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനി FCRA വിഷയം കൂടി വരുമ്പോൾ UDF അതിനു മുമ്പ് തന്നെ അവർക്ക് നേരത്തെ ലഭിച്ചിരുന്നതും നഷ്ടപ്പെട്ടതുമായ ക്രിസ്ത്യൻ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അവർ നടപ്പാക്കിയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലങ്ങളും ഉറപ്പായിട്ടും അവർക്ക് കിട്ടുമെന്ന് വരുമ്പോൾ ഒരു ന്യൂനപക്ഷ ഏകീകരണം അത് UDF അനുകൂലമായി സംഭവിക്കുക തന്നെ ചെയ്യും. അത് കൃത്യമായ തോതിൽ അത് സംഭവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്കുകൾ അപ്പുറത്തേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ വെള്ളാപ്പള്ളി നടേശൻ BJPയിലെ ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയെങ്കിലും ഇറങ്ങി പ്രവർത്തിച്ചിരുന്നല്ലോ, നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കാൻ വെള്ളാപ്പള്ളി തയ്യാറായിട്ടില്ല. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഇത്തവണ ഉറപ്പായിട്ടും ഇവിടെ CPM അധികാരത്തിൽ വരണം, തുടർഭരണം വേണം എന്ന ആഗ്രഹമായിരുന്നു. അതിനുശേഷം ഒരു ഘട്ടത്തിൽ അദ്ദേഹം നിശബ്ദനായിരുന്നു. ഇപ്പോൾ വീണ്ടും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ ഭരിക്കാൻ പോകുന്നവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി കളയാം എന്ന ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി ഇന്ന് നടത്തിയ പ്രതികരണത്തോട് കോൺഗ്രസ് പ്രതികരിക്കണം എന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിൻ്റെ പ്രതികരണം ഇതുവരെ കണ്ടില്ല. ഇത്രയും മോശം ഒരു പ്രതികരണം നടത്തുമ്പോൾ ഇന്ന് ലീഗാണ് പ്രതികരിച്ചിരിക്കുന്നത്. ലീഗ് ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അവിടുത്തെ ജില്ലാ നേതാക്കളൊക്കെയാണ് അത് പ്രതികരിച്ചത്. ചിലർ പ്രതികരിക്കേണ്ടതില്ല എന്ന് കരുതുന്നു. പക്ഷേ ഇത് എന്തായാലും ഒരു ഭരണമാറ്റം ഉണ്ട് എന്നതിൻ്റെ ഉറപ്പായ സൂചനകളായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതിലപ്പുറം ഇന്ന് IAS ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന B. അശോകിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന പ്രതികരണം അതും സമാനതകളില്ലാത്ത പ്രതികരണമാണ്. അത് ശരിയോ തെറ്റോ ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ സംസാരിക്കാമോ സർക്കാരിനെതിരെ എന്ന ചോദ്യമൊക്കെ അവിടെ മാറ്റിവെക്കുക. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതീവ ഗൗരവത്തിലുള്ള ആണ് എന്നുള്ളതാണ്. ഇവിടെ ഭരണഘടനയ്ക്ക് അപ്പുറമുള്ള ഒരു ബാഹ്യ ശക്തിയാണ് ഇവിടെ ഭരിച്ചിരുന്നത് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ KM എബ്രഹാം എന്താണ് ഇവിടെ ചെയ്തിരുന്നത്, അദ്ദേഹം ഇവിടെ ഒരു കോക്കസ് ഉണ്ടാക്കിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് അഴിമതിയില്ല എന്നുള്ള പ്രതികരണങ്ങളാണ് തുടർച്ചയായി ഭരണപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ സർക്കാരിൽ അഴിമതിയുണ്ടോ എന്ന് പരിശോധിക്കുക. സാധാരണഗതിയിൽ മാധ്യമങ്ങളാണ് അത്തരമൊരു അന്വേഷണത്തിലേക്കൊക്കെ കടക്കുക. ഇവിടെ സർക്കാരിന് സെക്രട്ടേറിയറ്റിൻ്റെ പടി കയറാൻ പറ്റാത്ത മാധ്യമങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൻ്റെ പടി കയറാൻ പറ്റാത്ത വിധത്തിൽ എല്ലാം അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലും വാർത്തകൾ കിട്ടാത്തൊരു സാഹചര്യം ആ രൂപത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി അത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ തന്നെ പുറത്തേക്ക് പറയുമോ എന്നുള്ളൂടെയാണ് അറിയേണ്ടത്. ഏതായാലും B. അശോക് അഴിമതി പറഞ്ഞിട്ടില്ല.
ഇവിടെ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നു, ഒരു കോക്കസ് പ്രവർത്തിച്ചിരിക്കുന്നു, ഒരു തുടർഭരണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഒരു പ്രവർത്തനം നടന്നിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം അവിടെ ഉയർത്തുമ്പോൾ, അങ്ങനെ ഉയർത്താമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുമ്പോഴും ആ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞത്. അതുകൂടിയാണ് ഈ ഭരണമാറ്റത്തിന്റെ സൂചനയായി ഞാൻ കാണുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഇടവേള മാറ്റം ഉറപ്പിച്ചു എന്നുള്ളതാണ് ചോദ്യം. മധു, റിസൾട്ട് റിലീസിൻ്റെ ഒരു ട്രെയിലറായിട്ടാണ് ഞാൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കാണുന്നത്. 4-ാം തീയതിക്ക് മുൻപ് നമുക്ക് ഈ പറയുന്നത് പോലെ പോളിംഗ് പെർസെൻറ്റിൽ തുടങ്ങിയ കണക്കുകൂട്ടലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണികൾ. അതിന് കുറച്ചുകൂടി ഒരു ഊർജ്ജം നൽകുന്ന ഇലക്ഷൻ ട്രാക്കിലേക്ക്, അതിൻ്റെ ഒരു മൂഡിലേക്ക് കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളെ മുഴുവനും സ്വാഭാവികമായും രാഷ്ട്രീയ വിചാരമുള്ള മറ്റ് സംസ്ഥാനങ്ങളെയും കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയുന്ന ഒരു ട്രെയിലർ എന്ന നിലയ്ക്കാണ് ഞാൻ എക്സിറ്റ് പോളുകളെ കാണുന്നത്. എക്സിറ്റ് പോൾ ഫലം വരുന്ന മുറയ്ക്ക് തന്നെ ഫലം വരണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആക്ച്വൽ ഫലം വരണം എന്ന് വാശി പിടിക്കാൻ പോകുന്ന ഒരു ചരിത്ര ഉദാഹരണവും നിലവിലില്ല. കാരണം ഇത് ഒരു ഞാണിന്മേൽ കളിയാണ്. കഴിഞ്ഞ ഇപ്പോൾ 2021 നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ 6 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് സംസ്ഥാനത്ത് തുടർഭരണം ഉണ്ടാകും എന്ന് പറഞ്ഞത്. 4 എണ്ണത്തിൽ ടൈറ്റ് ഫൈറ്റ് പറഞ്ഞു, 1 എണ്ണം UDFന് അനുകൂലമായ വിധി ഉണ്ടാകും എന്നും പറഞ്ഞു. അപ്പോൾ ഈ 6ഉം 4ഉം 10 എണ്ണം സാധ്യത കൽപ്പിച്ചിരുന്നു LDFന്. തുടർഭരണമുണ്ടായി എന്നത് ശരിയുമാണ്. പക്ഷേ 4ഉം 1ഉം UDFന് വേണമെങ്കിൽ മുന്നോട്ട് വരാൻ കഴിയും, ഭരിക്കാൻ കഴിയുമെന്ന സാഹചര്യം കൂടി പ്രവചിച്ചിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇന്നലെ 12 ഏജൻസികളുടെ, ദേശീയ മാധ്യമങ്ങളുടെയും ഏജൻസികളുടെയും അടക്കം 12 എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നത്. ഇന്നത്തേക്കാണ് ചാണക്യ എക്സിറ്റ് പോൾ വരുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ ഏറ്റവും അധികം ഒരു ക്ലോസ് റിസൾട്ട് എന്ന നിലയ്ക്ക് റിസൾട്ടിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നത് ചാണക്യയുടെ ഭാഗത്തു നിന്നാണ്. അവരിന്ന് പറയുന്നത് കേരളത്തിലൊരു തൂക്ക് സഭയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന എക്സിറ്റ് പോൾ ഫലം കൂടി ചാണക്യയുടെ ഭാഗത്തു നിന്നാണ് പുറത്തു വരുന്നത്. 11 സീറ്റുകൾ വരെ BJPക്ക്, അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് ഇത്തവണ സംസ്ഥാനത്ത് നടക്കുകയാണ് എങ്കിൽ 11 സീറ്റുകൾ വരെ അവർക്ക് കിട്ടാം സംസ്ഥാനത്ത് എന്നാണ് പറയുന്നത്. ഈ 11 സീറ്റിന് ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ അനുസരിച്ച് അത് നിയമസഭയിലേക്ക് പറിച്ചു നടുകയാണെങ്കിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് NDAക്ക് 1-ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത്. ആ കണക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇത്രയും ദിവസത്തെ പ്രചാരണ കാലയളവിലോ വോട്ടെടുപ്പിന് ശേഷമുള്ള അനാലിസിസിലോ ഒന്നും BJP പോലും ഏറ്റവും അവസാനം നമ്മുടെ തന്നെ വാർത്തയനുസരിച്ച് 4 സീറ്റുകളിൽ ഒരു പക്ഷേ വിജയിച്ചേക്കും എന്നാണ് BJPയുടെ ഔദ്യോഗികമായ കണക്കുകൂട്ടൽ എന്നുള്ളതാണ് നമ്മുടെ തന്നെ വാർത്തയനുസരിച്ച് എത്തുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് BJP തന്നെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ഒരു ബെറ്റർ പെർഫോമൻസ് ആണ് ചാണക്യ ഇന്ന് NDA ക്യാമ്പിന് നൽകിയിരിക്കുന്നത് എന്നതാണ് പ്രധാനം. ഈ 11 സീറ്റുകൾ, അതായത് BJPക്ക് 11 സീറ്റുകൾ പ്രഖ്യാപിക്കുന്ന എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് LDFന് വേണമെങ്കിൽ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഇന്ന് ഇടത് ക്യാമ്പ് ആത്മവിശ്വാസപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചാണക്യാണെങ്കിൽ ചാണക്യ എന്നുള്ളൊരു നിലയിലേക്ക് ഇടത് ക്യാമ്പ് പോയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം NDAക്ക് 11 സീറ്റുകൾ വരെ കിട്ടാൻ ഉതകുന്ന തരത്തിലുള്ളൊരു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ഏജൻസിയെ വേണമെങ്കിലും നമ്പാം എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ സംഘവിരുദ്ധ രാഷ്ട്രീയ ചേരിയുടെ ആത്മവിശ്വാസ പ്രകടനം വേണമെങ്കിൽ നമുക്ക് ഇന്നൊരൊറ്റ ദിവസം കാണാൻ കഴിയുന്ന വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. UDFന് 69 സീറ്റ് +or-9 എന്നതാണ്. LDFന് 64 +or-9, BJPക്ക് 7 +or-4. അപ്പോൾ അവരവിടെ ഒരു സാധ്യത കൊടുക്കുന്നുണ്ട്. അതായത് കൃത്യം ഇത്ര സീറ്റ് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. 9 സീറ്റുകൾ വരെ LDF ക്യാമ്പിന് വേണമെങ്കിൽ കൂടാം കുറയാം, 9 സീറ്റുകൾ വരെ വേണമെങ്കിൽ UDF ക്യാമ്പിന് കൂടാം അല്ലെങ്കിൽ കുറയാം. നേരെ മാനത്തോട്ട് നോക്കി മഴ പെയ്യാം പെയ്യാതിരിക്കാം എന്ന് പറയുന്നതിൻ്റെ വളരെ കൃത്യമായ ഒരു പതിപ്പാണ് ഈ കാണുന്നത്. കേരള രാഷ്ട്രീയത്തിൽ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ഒരു മനുഷ്യന് പറയാൻ കഴിയുന്നതിനപ്പുറത്ത് എന്ത് പ്രവചനമാണിത്? അതായത് ഈ 69 സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റ് താഴെ, വേണമെങ്കിൽ 9 സീറ്റ് കൂടാം, 9 സീറ്റ് കുറയാം. ഇത് ആർക്കാണ് ഇവിടെ പ്രവചിക്കാൻ കഴിയുന്നത്? അതിന് എക്സിറ്റ് പോൾ നടത്തണോ? ഇവിടെ വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. ഇവിടെ ഇനി അഥവാ വിക്ടറി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഏത് മുന്നണിക്കാണ് വിക്ടറി ഉണ്ടാകുന്നത് എങ്കിലും അത് വളരെ ഒരു തിൻ മെജോറിറ്റിയിലായിരിക്കും എന്ന് ഈ
കണ്ട പ്രചാരണം മുഴുവൻ കണ്ട ഏത് മനുഷ്യർക്കാണ് അറിയാത്തത്? അപ്പം നമ്മൾ ഇതിനെയൊക്കെ വളരെ ആധികാരികമായി എടുത്തു വെച്ചുകൊണ്ട് ഇപ്പം ആക്സിസ് മൈ ഇന്ത്യക്കും ഈ പറയുന്നത് പോലെ അവകാശവാദം ഉന്നയിക്കാൻ കഴിയും. അതായത് ടുഡേസ് ആണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ 2021 ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം പ്രവചിച്ചത് ആക്സിസ് മൈ ഇന്ത്യയാണ്. അപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ ഫലം അനുസരിച്ചും LDF 49 മുതൽ 62 വരെ, UDF 78 മുതൽ 90 വരെ. LDF ഏറ്റവും ബെറ്റർ പെർഫോമൻസിൽ പോലും 62 സീറ്റ് എന്നുള്ളതാണ് ആക്സിസ് പറയുന്നത്. UDF ഏറ്റവും മോശപ്പെട്ട പ്രകടനത്തിൽ പോലും 78, അതായത് കേവല ഭൂരിപക്ഷത്തിനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാഹചര്യത്തിൽ എന്നാണ് ആക്സിസ് പറയുന്നത്. പക്ഷേ ഇതേ ആക്സിസ് ആണ് എന്ത് ചെയ്യുന്നത്? TVK അധികാരത്തിലെത്തും എന്ന് തമിഴ്നാട്ടിൽ പറയുന്നത്. കേരളത്തിൽ UDF അതായത് ഏറ്റവും മോശം പെർഫോമൻസിൽ പോലും 78 സീറ്റ് നേടി UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രവചിക്കുകയും ചെയ്യുന്നത് എന്നതും പ്രധാനമാണ്. ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കണക്കിലെ കളി എന്നതിനപ്പുറത്തേക്ക് വളരെ വിശ്വാസത്തോടെ ഇതിനെ ഉറ്റുനോക്കുന്നത് ഒരു രാഷ്ട്രീയ മൗഢ്യമാണ് എന്ന് പറയാൻ പോകുന്ന തരത്തിലാണ് ഈ കണക്കുകൾ മുന്നോട്ട് വെക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മീഡിയ എഡിറ്റേഴ്സിൽ പറഞ്ഞതാണ്, നിങ്ങളെല്ലാവരും തർക്കിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ആത്മവിശ്വാസപ്പുറത്ത് പറഞ്ഞതാണ് ലീഗ് ഈ മുഖ്യമന്ത്രി കളിയിൽ ഒരു വലിയ ടേക്ക് എടുക്കില്ല എന്നുള്ളത്. കാരണം അത് കുറച്ചുകൂടി മറ്റുള്ളവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറിയുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് മാത്രം ലീഗ് ചെയ്യുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റമല്ല എന്ന് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ആ നിലയ്ക്കുള്ള പ്രിവിലേജ് ഒന്നും നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, CPM നോ കോൺഗ്രസിനോ ലീഗിനോ BJPക്കോ ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇത് വിജയിച്ചതിന് ശേഷം മുന്നണിക്കുള്ളിൽ പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ലീഗ് അത്രയും പ്രകടമായ ഒരു രാഷ്ട്രീയ അഭിപ്രായം പുറത്ത് രേഖപ്പെടുത്തുക എന്നുള്ളത്. നോക്കിപ്പം UDF യോഗത്തിലോ UDF നേതാക്കളുമായുള്ള ചർച്ചയിലോ ആഭ്യന്തര ചർച്ചയിലോ ഒക്കെ പറയുന്നത് പോലെയല്ല, പുറത്ത് ആ നിലയ്ക്ക് അത് പറയുന്നത് അത്ര ജനാധിപത്യപരമായ കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വരെയും അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ലീഗിന്റെ ആ പ്രതികരണത്തെ, പക്ഷെ അപ്പോഴും വളരെ BD സതീശനാകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് ലീഗിന്റെ താല്പര്യമെന്ന് ലീഗ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. മറുപടിയെ വളരെ, പക്ഷെ അത് വ്യാഖ്യാനിക്കപ്പെട്ടത് ആ നിലയ്ക്കാണ്. നോക്കൂ, രാഷ്ട്രീയ നേതാക്കൾക്ക് എങ്ങനെയാണ് കേരളത്തിൽ വാർത്തകൾ വ്യാഖ്യാനിച്ചു വരിക എന്നത് വളരെ കൃത്യമായിട്ട് അറിയാമെന്നേ. അതിൽ നമ്മൾ ആർക്കും അത്ര നിഷ്കളങ്കതയൊന്നും ചാർത്തി കൊടുക്കേണ്ട കാര്യമില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നോക്കൂ, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI ഒരു പടപ്പുറപ്പാടിന് തയ്യാറായി. CPI ഒരു പടപ്പുറപ്പാടിന് തയ്യാറായി. ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുകയാണ്. കേരളത്തിൽ ആ അടുത്ത കാലത്ത് മാധ്യമങ്ങളെ ഇത്രമേൽ ഉപയോഗിച്ച മറ്റൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. തുറന്ന പ്രതിഷേധം വളരെ പച്ചയ്ക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പറയുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ നിന്ന് CPM ഒരു സമവായ ചർച്ചയ്ക്ക് തയ്യാറായി കഴിഞ്ഞ മൊമെന്റിൽ പിന്നീട് മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങളോടും നിങ്ങൾ അങ്ങനെ സ്ഥാപിക്കേണ്ടതില്ല, നിങ്ങൾ അങ്ങനെ കണക്ക് കൂട്ടേണ്ടതില്ല എന്നൊക്കെയാണ് പറയുക. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ആദ്യം നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമല്ലോ എന്നാണ് പറയുന്നത്. ഓപ്പൺ ചെക്ക് കൊടുക്കുകയാണ്. അതായത് മാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം, മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും വാർത്ത കൊടുക്കുക എന്നറിയാത്ത നിഷ്കളങ്കതയൊന്നും കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനുമില്ല. അത് ലീഗിന്റെ നേതാക്കൾക്കുമില്ല, കോൺഗ്രസിന്റെ നേതാക്കൾക്കുമില്ല, CPMന്റെ നേതാക്കൾക്കുമില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഒരു പ്രതികരണം നടത്തിയാൽ സ്വാഭാവികമായും അത് അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കും എന്ന് ലീഗിന് അറിയാഴികയല്ല. അങ്ങനെ ഒരു പ്രതികരണം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ മുഖ്യമന്ത്രി ഫൈറ്റുമായി നോക്കുന്നത് കോൺഗ്രസിൽ ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ചാണ് കോൺഗ്രസിലെ നേതാക്കൾ ഇരിക്കുന്നത്. കോൺഗ്രസിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ദാ വരുന്നു ലീഗിന്റെ വക ഇങ്ങോട്ടും എന്നുള്ള നിലയ്ക്ക് അത് പോകേണ്ടിയിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ സിവിൽ വാർ അതൊരു കൈവിട്ട കളി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർ 3 പേരും, ഈ പറയുന്ന IAS ഉദ്യോഗസ്ഥർ 3 പേരും അവർ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചവരാണ്. ഇനി ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ഞങ്ങളെ അത് ബാധിക്കില്ല എന്ന നിലപാടെടുത്തവരാണ്. അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം അവരെ അളക്കേണ്ടതും അടയാളപ്പെടുത്തേണ്ടതും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല ഘട്ടങ്ങളിൽ അവർ സർക്കാരിനോടൊപ്പം നിൽക്കുകയും സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും നേതാക്കൾക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്താണ്. ഇപ്പം നോക്കൂ, ഈ പ്രശാന്ത് പല നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ ആണ് മേഴ്സിക്കുട്ടിയമ്മ അടക്കം വലിയ വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നത് ഒരു സമയത്ത്. പക്ഷേ ഉത്തമ വിശ്വാസമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് മുഖ്യമന്ത്രിയുടെ അദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ മറ്റൊരു തീരുമാനം എടുത്ത സമയത്ത് ജയ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് ഓർക്കുന്നത് ഉത്തമ ബോധ്യത്തിലാണ് അദ്ദേഹം ആ തീരുമാനമെടുത്തത്. ആ നിലയ്ക്കുള്ള സ്വാതന്ത്ര്യം ചില ഉദ്യോഗസ്ഥർക്ക് സർക്കാരുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ പിന്നീട് ഈ പറയുന്ന ഒരു ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വരുന്ന പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടല്ല അവരെ അളക്കേണ്ടത് എന്ന് ഞാൻ തോന്നുന്നു. പക്ഷേ ഈ തുറന്ന പ്രതികരണങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെ BS അശോക് നടത്തുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ചട്ടക്കൂടിനുള്ളിലോ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലോ നിൽക്കാൻ തീരുമാനിച്ച ഒരാളുടേതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം
വന്നോട്ടെ, അതവിടെ ഇരുന്നോട്ടെ, അത് മാറും, അത് ഞാനെടുത്ത് ബാഡ്ജായിട്ട് കുത്തും എന്നൊക്കെ പറയുന്നത്, ഇതൊന്നും ഒരു സർക്കാർ സംവിധാനത്തിനുള്ള സർവീസ് ചട്ടത്തിനുള്ളിലോ നിൽക്കുന്നതല്ല എന്ന ബോധ്യം അവർക്കുണ്ട്. അവർക്ക് അതിൻ്റെ ഒരു അക്കാഡമിക് ബോധ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാം. കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് തനിക്ക് അനുകൂലമായ നിലപാട് എടുത്തയാളല്ലേ ബി അശോക്. അപ്പോൾ അവർ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഒരു തുറന്ന യുദ്ധം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങളെ ആ നിലയ്ക്ക് കണ്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് മടങ്ങി വരാൻ പറ്റില്ല എന്നാണ് എൻ്റെ മറുപടി. അതിന് ചില കാരണങ്ങളുണ്ട്. ശുദ്ധമായ അസംബന്ധം എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം പറയാം. ഒന്ന്. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് ഈ സർക്കാർ മാറണം എന്ന് വോട്ടർമാർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് യഥാർത്ഥത്തിൽ വാലിഡായ ഒരു റീസൺ ആയിരിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ സ്മൃതി നേരത്തെ പറഞ്ഞൊരു കാര്യത്തോട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അപ്പം ബി അശോകിൻ്റെ ഒരു പ്രതികരണമാണ് പറഞ്ഞത്. ബി അശോകിനെ പോലെ ഒരു ഉദ്യോഗസ്ഥന് വന്ന് സ്മൃതി പറയുന്നത് പോലെ ചട്ടവിരുദ്ധമാണ് എന്ന് സ്മൃതി തന്നെ സമ്മതിക്കുന്നുണ്ട്. അയാൾ അങ്ങനെ പറയാമോ എന്നുള്ളത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ചട്ടവിരുദ്ധമായ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ വന്ന് സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നവകേരള സദസ്സ് നടത്തിയത് മയക്കുമരുന്നുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണെന്നൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് വന്നിങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിലൂടെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതേ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന, മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ബി അശോക് ഇതേ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു അഭിമുഖത്തിലെ ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പിണറായി സാറിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. ഹി ഈസ് വെരി ഗുഡ് വിത്ത് ബിഗ് പ്രോജക്ട്സ്. ഹി വാണ്ട് ടു ഡു എ വെരി ബിഗ് തിങ്, നോട്ട്വിത്ത്സ്റ്റാൻഡിങ് എ ബി സി ഡീസ്. ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ലേ നാഷണൽ ഹൈവേയിൽ ചെയ്തിരിക്കുന്നത്. He is spectacular work with big projects. Follow up to Kochi Metro, follow up to your Kannur Airport. Commercial success alla manslai, but he has run into some headwinds also. But Adani Port, he is very good crisis manager, very good executor. എനിക്ക് ഏറ്റവും അടുത്ത എക്സ്പീരിയൻസ് വന്ന പവറിലെ ഈ കുടാംകുളം പവർ ഹൈവേ, which is something which ഉമ്മൻചാണ്ടി cannot do. അത് ഓരോരുത്തർ ചെന്ന് പറയുന്ന അനുസരിച്ചിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മനസ്തവിച്ചു പോകും. പക്ഷേ വിത്ത് എ പേഴ്സൺ ലൈക്ക് മിസ്റ്റർ പിണറായി വിജയൻ, കേരള ഗോട്ട് ദാറ്റ് പ്രോജക്ട്. അത് അല്ല, അതിൽ ഒരുപാട് ഡിസൈസീവ് ടേൺസിൽ ഹി ഹാസ് ബീൻ വെരി ഗുഡ് ടു ദ സ്റ്റേറ്റ്. അപ്പൊ എന്താ പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നിറയെ വാഴ്ത്തുപാട്ടലാണ് പിണറായി വിജയനെ കുറിച്ച്. 23-24 കാലഘട്ടങ്ങളിലാണ് മാറി തുടങ്ങിയത് കാര്യങ്ങൾ എന്നും കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് പിണറായി വിജയൻ, ഉമ്മൻചാണ്ടിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തയാളാണ് പിണറായി വിജയൻ എന്ന് പറയുകയും KM ഇബ്രാഹിമിനെ കുറിച്ച് അവരുടെ അസോസിയേഷനിലടക്കം ചില പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ക്രൈസിസ് മാനേജറാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഇതേപോലെ പുകഴ്ത്തി പറഞ്ഞ ഒരാളില്ല ബി അശോക്. ആ മനുഷ്യനാണ് ഇപ്പോൾ വന്നിരുന്ന് സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമെന്ന് തോന്നലിൽ വന്നിരുന്ന പ്രതികരണം നടത്തുന്നത്. എന്നിട്ട് പറയുകയാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട IAS ഉദ്യോഗസ്ഥനാണ്, എല്ലാ കോഡുകളും ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന ഉത്തരവാദിത്തരഹിതമായി സംസാരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ബി അശോകിൻ്റെ പ്രതികരണത്തിലൊന്നും നമുക്കിതിനെ ഭരണത്തിൻ്റെ മാറ്റത്തെ അളക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകളെ വെച്ചുകൊണ്ട് ഒരു പ്രവചനത്തിന് നമുക്ക് ധൈര്യമില്ല എന്ന് പറയാനുള്ള കാരണം ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്ന നിലയിൽ എക്സിറ്റ് പോളുകൾ, പ്രീ പോളുകൾ, പോസ്റ്റ് പോളുകൾ, ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ളൊരു രീതിശാസ്ത്രമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിൽ എക്സിറ്റ് പോളിൻ്റെ കാര്യത്തിൽ പാലിക്കേണ്ട രീതിശാസ്ത്രത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ CSDസിനെ പോലെയുള്ള ഏജൻസികളൊക്കെ അത്തരം സർവേകൾ നടത്താറുണ്ട്. ആ സർവേകൾക്കൊക്കെ കുറേയൊക്കെ പ്രവചനശേഷിയുമുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, മൈ ആക്സിസിൻ്റെ കാര്യത്തിൽ നേരത്തെ PR സുനിൽ വിശദീകരിക്കാൻ ശ്രമിച്ചതാണ്. മൈ ആക്സിസ് എത്രയാണ് സാമ്പിൾ എടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? മൈ ആക്സിസ് എടുത്തിരിക്കുന്ന സാമ്പിൾ കേരളത്തിൽ മാത്രം 24,419. മൈ ആക്സിസ് മൈ ഇന്ത്യ ചെയ്യുന്നത് എന്താണ്? എക്സിറ്റ് പോളാണ്. എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് പോളും എക്സിറ്റ് പോളും തമ്മിലുള്ള വ്യത്യാസം, എക്സിറ്റ് പോള് വോട്ട് ചെയ്ത് പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വോട്ടറോട് ആണ് കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂ ഷെഡ്യൂളുമായിട്ട് ചെല്ലുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറുമായിട്ട് ചെല്ലുന്നത്. അതിനുശേഷമാണ് അതിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. 3, 4, 5 ചോദ്യങ്ങളായിരിക്കും. കാര്യം അധിക സമയം അവിടെ ചെലവഴിക്കാനില്ലാത്തതുകൊണ്ട് 10ഓളം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ നിൽക്കുന്ന ഒരാൾ പുറത്തേക്ക് വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ്ങിലൂടെ, അതായത്
നിങ്ങളുടെ കയ്യിൽ സാമ്പിൾ ഫ്രെയിം ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിശ്ചിത അകലത്തിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സാമ്പിളിനെ സെലക്ട് ചെയ്ത് അതിൽ തന്നെ വിവിധ കാറ്റഗറി പുരുഷന്മാർ എത്ര സ്ത്രീകൾ എത്ര എന്നിങ്ങനെ സ്ട്രാറ്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഒരു ബൂത്തിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. ഒരു ബൂത്തിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ബൂത്തിലുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ലീഗിന് സ്വാധീനമുള്ള ബൂത്താണെങ്കിൽ അതിൽ വരുന്ന ഉത്തരം മുഴുവൻ ലീഗിന് അനുകൂലമായിരിക്കും. ഇപ്പോൾ മട്ടന്നൂർ പോയിട്ടാണ് നിങ്ങളിത് കണ്ടെത്തുന്നതെങ്കിൽ മട്ടന്നൂരിലെ ഉത്തരം മുഴുവൻ LDFന് അനുകൂലമായിട്ടായിരിക്കും. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് വേണം. ഇവിടെ അങ്ങനെ കണ്ടെത്തിയിരിക്കുന്ന സാമ്പിളുകളുടെ എണ്ണം 24,419. എത്രയാ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നറിയാമോ? 70 ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. 24,000-ലധികം വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോസ്റ്റ് പോൾ അല്ല. പോസ്റ്റ് പോളിൻ്റെ കാര്യം എന്താ? എക്സിറ്റ് പോളിൽ നിന്ന് വ്യത്യസ്തമായി പോസ്റ്റ് പോൾ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞ് ആ ദിവസമോ തൊട്ടടുത്ത ദിവസങ്ങളിലോ നടത്തുന്നതാണ് പോസ്റ്റ് പോൾ സർവേ എന്ന് പറയുന്നത്. ഇത് എക്സിറ്റ് പോളാണ്. ആ ദിവസം നടത്തണം. എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് നടത്തുന്നതാണ്. അപ്പോൾ 24,419 വോട്ടർമാരെ 70 ഇൻവെസ്റ്റിഗേറ്റേഴ്സാണ് പോയി കണ്ടത്. അപ്പോൾ ഒരാൾ എത്ര പേരെ കണ്ടു? 380 പേരെ കണ്ടു എന്നാണ് ഒരു ദിവസം. ഒരു ഇൻവെസ്റ്റിഗേറ്റർ പോയി 350 വോട്ടർമാരെ കണ്ടു. എന്തായിരിക്കും 350 വോട്ടർമാരെടുത്ത് 1 മിനിറ്റ് സമയമെടുത്താൽ എത്ര സമയം വരും എന്നറിയാമോ? 350 മിനിറ്റ് വരും. എന്ന് പറഞ്ഞാൽ 6-6.5 മണിക്കൂർ വരും. ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഈ വോട്ടർമാരെ കണ്ടാൽ ഒരു ബൂത്തിൽ മാത്രമേ അത് നടക്കൂ. അയാൾക്ക് അടുത്ത ബൂത്തിലോട്ട് പോകാൻ പോലും പറ്റത്തില്ല. അതെങ്ങനെയാ സിസ്റ്റമാറ്റിക് ആവുക? അതെങ്ങനെയാ റെപ്രസെൻറ്റേറ്റീവ് ആവുക? അതെങ്ങനെയാ ഹ്യൂമൻലി പോസിബിൾ ആവുക? ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. അതായത് ഈ 70 പേർ 8 ഇന്നോവ കാറുകളിൽ 9,714 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഇന്നോവയാണ്. 8 ഇന്നോവ കാറുകളിൽ 9,714 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. വിചിത്രമായ 1,572 വില്ലേജുകൾ സഞ്ചരിച്ചു എന്നാണ്. നോക്കൂ, ഇതാണ് കണക്ക്. 380 പേരെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ കാണണം, ഒരു ദിവസം കാണണം. വോട്ടെടുപ്പ് അവസാനിക്കുന്നത് എപ്പോഴാ? 6 മണിക്കാ. ഇനി ഇയാൾ തുടങ്ങുന്നത് 10 മണിക്കാണെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് ഇയാൾ ആ ബൂത്തിൽ മാത്രം ഇരുന്ന് ഏറ്റവും വേഗതയിൽ സംസാരിച്ചാൽ പോലും വന്നിറങ്ങി വരുമ്പോൾ പരിചയപ്പെടണ്ടേ? ഞാൻ ആക്സിസ് മൈ ഇന്ത്യയിലെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണ്, ഞാൻ വരുന്നത് ഇന്ന സർവേക്ക് വേണ്ടിയാണ്, താങ്കൾ എന്നോട് പ്രതികരിക്കുമോ, താങ്കൾ ഇന്നയാളല്ലേ? ഇതിലൊക്കെ മര്യാദയ്ക്ക് വോട്ട് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറയണം. ഇത് നടക്കുന്ന കാര്യമല്ല. ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയ ഒരു കാര്യമാണ് ആക്സിസ് മൈ ഇന്ത്യ. ഞാൻ ആക്സിസ് മൈ ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, ആക്സിസ് മൈ ഇന്ത്യയാണ് LDF ഒരിക്കലും അധികാരത്തിൽ വരില്ലെന്നും UDFനും 90 വരെ സീറ്റുകൾ കിട്ടുമെന്നും പ്രവചിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരുടെ അടിസ്ഥാനമായ രീതിശാസ്ത്രം തന്നെ തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഹ്യൂമൻലി പോസിബിൾ അല്ലാത്ത ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ആക്സിസ് മൈ ഇന്ത്യ സർവേക്ക് ഇറങ്ങിയത്. ഒരു മണ്ഡലത്തിൽ അവർ കണ്ടത് എത്ര പേരെയാ? ഒരു മണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ എടുത്ത് 174 പേരെയാണ്. ആ 174 പേര് മതി. പക്ഷേ എങ്ങനെ? അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം, റാൻഡംലി സെലക്റ്റഡ് ആയിരിക്കണം, സ്ട്രാറ്റിഫൈഡ് ആയിരിക്കണം, അതിൻ്റെ സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉപയോഗിച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോരാ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതവിടെ നിൽക്കട്ടെ. ഇനി അതിൻ്റെ റിസൾട്ട് വരുന്നതിലാണ്. ഞെട്ടിക്കുന്ന റിസൾട്ടാണല്ലോ ആക്സിസ് മൈ ഇന്ത്യ തന്നത്. ആക്സിസ് മൈ ഇന്ത്യയിലെ വളരെ വൈരുദ്ധ്യം നിറഞ്ഞൊരു കണക്ക് ഞാൻ പറയാം. ഇപ്പോൾ മധ്യ കേരളത്തിൽ 3 മുതൽ 7 വരെ സീറ്റുകളാണ് LDFന് ലഭിക്കുക എന്നാണ് പറഞ്ഞത്. സ്മൃതി, നമുക്ക് ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റുമോ? അത് ഒരു കോമൺ സെൻസിൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റാത്ത കാര്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ തൃശ്ശൂരിൽ നോക്കൂ, തൃശ്ശൂരിൽ ആകെയുള്ള മണ്ഡലങ്ങളിൽ ചാലക്കുടി പോട്ടെ എന്ന് വെച്ചോളൂ, തൃശ്ശൂർ പോട്ടെ എന്ന് വെച്ചോളൂ, മണലൂർ പോട്ടെ എന്ന് വെച്ചോളൂ, ഇനി കൊടുങ്ങല്ലൂരും ഇരിങ്ങാലക്കുടയും പോയി എന്ന് വെച്ചാൽ പോലും ബാക്കിയുള്ള 8 സീറ്റുകൾ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെയുണ്ട്. അവിടെ കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്ന കാര്യമുണ്ട്. തൃശ്ശൂരിൽ മിനിമം 7 സീറ്റ് LDFന് കോൺഗ്രസ്സുകാർ സമ്മതിക്കുന്നുണ്ടെന്ന്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ തൃശ്ശൂരിൽ കിട്ടിയാൽ പോലും അങ്ങനെ 7 കിട്ടിയാൽ ആ 7 കിട്ടൂ. ഇനി ബാക്കി അവശേഷിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാ? പാലക്കാട് നിന്ന് LDFന് ഒരു സീറ്റും കിട്ടാതിരിക്കണം, എറണാകുളത്ത് നിന്ന് ഒരു സീറ്റും കിട്ടാതിരിക്കണം. പോട്ടെ, എറണാകുളത്ത് ഒരു സീറ്റും കിട്ടില്ല, ടോട്ടൽ വൈപ്പ് ഔട്ട് ആണെന്ന് കരുതുക. ഇടുക്കിയിൽ നിന്ന് ഒരു സീറ്റ് കിട്ടരുത്. എവിടെ? ഉടുമ്പൻചോല അടക്കമുള്ള ഇടുക്കിയിൽ നിന്ന്, റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്ന ഇടുക്കിയിൽ നിന്ന് ഒരു സീറ്റ് കിട്ടരുത്. കോട്ടയത്ത് നിന്ന് ഒരു സീറ്റ് കിട്ടരുത്. പാലക്കാട് നിന്നൊരു സീറ്റ് കിട്ടരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ ജയിക്കില്ല എന്നാണ്, ഒറ്റപ്പാലത്ത് ജയിക്കില്ല എന്നാണ്, ഷൊർണൂരിൽ ജയിക്കില്ല എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. അതെങ്ങനെയാണ് ലോജിക്കലി പോസിബിൾ ആവുക? ഇനി ഇതിനേക്കാൾ ചങ്കിടിപ്പ് ആക്സിസ് മൈ ഇന്ത്യ കൊടുക്കുന്ന ആർക്കാണെന്നറിയാമോ? CPM-നേക്കാൾ ചങ്കിടിപ്പ് കൊടുക്കുന്നത് ലീഗിനാണ്. എന്താ കാരണം എന്നറിയാമോ? മലബാർ മേഖലയിൽ 25 മുതൽ 27 വരെ സീറ്റുകൾ LDF നേടിയേക്കാം എന്നുള്ളതാണ്. ഞാനൊന്ന് എണ്ണി നോക്കി. കാസർഗോഡ് 3 സീറ്റുകളാണ് CPM തന്നെ കണക്കൂട്ടുന്നത്. പരമാവധി 3 സീറ്റുകൾ കിട്ടും. വയനാട് 1 സീറ്റ് കിട്ടും. അങ്ങനെ മൊത്തം 4 സീറ്റ് 2 ജില്ലകളിൽ നിന്ന് വന്നു. ആണല്ലോ, 3, 1, 4. ഇനി അവശേഷിക്കുന്ന 3 ജില്ലകൾ ഏതൊക്കെയാണ്? ഒന്ന് മലപ്പുറം, ഒന്ന് കോഴിക്കോട്, ഒന്ന് കണ്ണൂർ. അപ്പം മൊത്തം എത്ര കിട്ടും? 27 കിട്ടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്. വടക്കൻ ജില്ലകളിൽ 5 ജില്ലകളിൽ കാസർഗോഡ്, വയനാട് രണ്ടും കൂടി നമ്മൾ മാറ്റിവെച്ചാൽ 3, 1, 4 സീറ്റ് കിട്ടി CPM-ന്. ബാക്കി വരേണ്ട 23 സീറ്റുകൾ വരേണ്ടത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നാണ്. കോഴിക്കോട് 7 സീറ്റുകൾ കിട്ടും എന്ന് കരുതുക CPM-ന്. കണ്ണൂരിൽ 8 സീറ്റ് കിട്ടും എന്ന് കരുതുക. 8, 7 എത്രയായി? 15 സീറ്റായി.
ഇനി അവശേഷിക്കുന്ന എത്ര സീറ്റാണെന്നറിയാമോ? ഇനി അവശേഷിക്കുന്നത് 8-9 സീറ്റ് എവിടെ നിന്ന് കിട്ടണം? മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടണം. മലപ്പുറം ജില്ലയിൽ നിന്ന് CPM കിട്ടണം. കിട്ടുമോ? 1-2 സീറ്റാണ് മലപ്പുറം ജില്ലയിൽ CPM പോലും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലീഗിൻ്റെ കോട്ടയിൽ നിന്ന് 8 സീറ്റ് കിട്ടുമെന്നുള്ള കണക്ക് ആക്സിസ് ബാങ്ക് ഇന്ത്യ തരുമ്പോൾ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ലീഗിന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കോൺഗ്രസിന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അത് അടിസ്ഥാനമായ ചോദ്യമല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അസംബന്ധമാണ്. രീതിശാസ്ത്രത്തിൻ്റെ കണക്ക് വെച്ച് നോക്കിയാലും രീതി വെച്ച് നോക്കിയാലും പുറത്തു വന്നിരിക്കുന്ന കണക്കുകളുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സാധാരണക്കാരൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെ നോക്കിയാലും ഈ എക്സിറ്റ് സർവേകൾ എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ് എന്ന് പറയാനുള്ള കാരണം. ഇനി രണ്ടാമത്തേതാണ് നേരത്തെ പറഞ്ഞത്, ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ആക്സിസ് ബാങ്ക് ഇന്ത്യ ഒഴിച്ചു നിർത്തിയുള്ള ബാക്കി എല്ലാ സർവേകളിലും പറയുന്നത്. നേരത്തെ പിയാസുനിലൊക്കെ പറഞ്ഞതുപോലെ. കാര്യം ബേസ് പോയിന്റ് UDF തുടങ്ങുന്നത് കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് താഴെയാണ്, 70 തുടങ്ങുകയാണ്. അതിൻ്റെ അർത്ഥം തന്നെ എന്താ? ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരമില്ല എന്നതിന് സൂചനയാണ്. അതുകൊണ്ടാണ് LDF മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് 33% ആളുകൾ പിന്തുണയ്ക്കുന്നത് പിണറായി വിജയനെയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വികാരം ഉണ്ടാവണമെന്നേ, അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ എന്താ സാധ്യതയുള്ളത്? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു തുടർഭരണ മടുപ്പ്, ഞാൻ അങ്ങനെ ആ വാക്കിനെ വിശേഷിപ്പിക്കുക. ഒരു തുടർഭരണ മടുപ്പാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ, ഒരു തുടർഭരണ മടുപ്പ് ഇത്രയും അധികം വോട്ടുകളെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. ജനപ്രിയ MLA-മാരെ ഒരു തുടർഭരണ മരവിപ്പിന് അല്ലെങ്കിൽ ഒരു തുടർഭരണ മടുപ്പിന് മാറ്റാൻ കഴിയില്ല. അതിനെതിരെ നിങ്ങൾക്ക് ശക്തമായ സർക്കാരിനെതിരെ വലിയ വികാരം ഉണ്ടാവണം. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇപ്പോൾ സർക്കാരിനെ ആക്ഷേപിക്കുന്ന B. അശോകൻ്റെ തന്നെ വാക്കുകൾ പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ്, ഉമ്മൻചാണ്ടിക്ക് പറ്റാത്ത കാര്യം നടത്തിയ ആളാണ് പിണറായി വിജയൻ എന്ന് സർട്ടിഫൈ ചെയ്തത് ഇപ്പോൾ പിണറായി വിജയനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന B. അശോകാണെന്നേ. ഞാൻ അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ പറഞ്ഞത്. B. അശോകനേക്കാൾ വലിയ കിട്ടിക്കിപ്പോൾ ഇല്ലല്ലോ പിണറായി വിജയനെ സംബന്ധിച്ച്. അങ്ങനെ സാധാരണക്കാരൻ B. അശോകന് പോലും ബോധ്യമല്ലാത്തൊരു കാര്യം സാധാരണ വോട്ടർക്ക് എങ്ങനെ ബോധ്യമാകും എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഭരണത്തുടർച്ചയിലുള്ള ഒരു മടുപ്പ് ഏതെങ്കിലും തരത്തിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ വായിച്ചെടുക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ അതേസമയം എല്ലാ സർവേ ഏജൻസികൾക്കും ടെൻഷനുണ്ട്. കാര്യം 10 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാർ വീണ്ടും തുടരും. കേരളത്തിൽ അൾട്ടർനേറ്റീവ് സർക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു പാറ്റേണുള്ള ഒരു സർക്കാരിൽ, ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ പ്രവചിക്കാനുള്ള ഭയം പ്രതിഫലിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഇപ്പോഴും എഡ്ജ് കൊടുക്കുന്നത്. ടുഡേയ്സ് ചാണക്യ അടക്കം എഡ്ജ് കൊടുക്കാനുള്ള കാരണം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭരണമാറ്റം ഉറപ്പിച്ചു എന്ന ചോദ്യത്തിന് ഈ എക്സിറ്റ് പോളുകളെ വായിക്കുമ്പോൾ അത് 1 അസംബന്ധമാണ്, 2 അതിൽ തന്നെ പ്രകടമാകുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഒരു തുടർഭരണ മടുപ്പ് മാത്രമാണ് അവിടെ ഉള്ളതെന്നുമാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടർഭരണ മടുപ്പ് എന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ഈ ഇടത് സർക്കാർ 2005 ശേഷം മാറുമെന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിൽക്കുന്നുവെന്നാണ് എൻ്റെ പക്ഷം. ആൻഡ്രു, ഞാൻ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന്, ഈ ഭരണമാറ്റം ഉറപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഭരണമാറ്റം തുടർഭരണം ഉണ്ടാകുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം തുടർഭരണത്തിലുള്ള എല്ലാ സാഹചര്യവും ഈ ഇന്നലെ കണ്ട എക്സിറ്റ് പോളുകളിൽ ഞാൻ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. ആ പെർസെൻറ്റേജ് വന്ന സമയത്ത് ഞാനൊരു അമ്പലപ്പോട് നോക്കി. കാരണം എന്തോ ഇങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് പ്രീ പോളിനെയാണ് ഞാനിതിനെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രീ പോള്? ഇലക്ഷന് തലേ ദിവസം, കാരണം സാധാരണ ഇലക്ഷൻ്റെ ഇലക്ഷൻ ഡിക്ലെയർ കഴിഞ്ഞാൽ പ്രീ പോൾ അങ്ങനെ സമ്മതിക്കാത്തതാണ് ഇലക്ഷൻ കമ്മീഷൻ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയായിരുന്നില്ല. ഇലക്ഷൻ പ്രീ പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് നിശബ്ദ പ്രചരണം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം വരെ പ്രീ പോളിനുള്ള അവസരം മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നു. നമ്മളടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട മലയാളത്തിൻ്റെ എല്ലാ ചാനലുകളും, ഏകദേശം 9 ചാനലുകളുണ്ട്. അതിനകത്തൊരു 70% ചാനലുകളും പ്രീ പോൾ ഫലം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ അകത്തൊരു 70% ചാനലുകളും, പ്രധാനപ്പെട്ട 70% ചാനലുകളും തുടർഭരണം കേരളത്തിൽ ഉണ്ടാകും എന്ന് പ്രവചിച്ച ഒരു സമയമായിരുന്നു. ആ സമയം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷനിലേക്ക് പോയത്. അവിടെയാണ് വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ കേരളത്തിലെ ട്രെൻഡ് അങ്ങ് മാറുകയാണ്. അതെങ്ങനെയാണ് മാറുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള നെഗറ്റീവ് സെറ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണ് അങ്ങനെ കാരണം വരാനുള്ള കാരണം? കേരളത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുഖ്യമന്ത്രി ചർച്ചയായി മുന്നോട്ട് പോയി. മുഖ്യമന്ത്രി ചർച്ച ചെയ്യുമ്പോൾ UDF-ലെ മുഖ്യമന്ത്രിയായ 3 മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി വരുന്നു. അവർ കാര്യമായിട്ട് ഇലക്ഷനിൽ വിജയിക്കുമെന്ന് പറയുന്നു. ഞങ്ങൾ ആരാണ് മുഖ്യമന്ത്രി എന്ന് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ മുതലായ ആൾക്കാർ ഇറങ്ങി കാര്യങ്ങൾ പറയുന്നു. അതോടുകൂടി കേരളത്തിൻ്റെ ചരിത്രം മാറുകയാണ്. ഇത്
എലക്ഷൻ ചെയ്ത് വോട്ട് ചെയ്ത് 2 ദിവസം ഇല്ലാത്ത ചരിത്രം പിറ്റേ ദിവസം തുടങ്ങി അങ്ങോട്ട് വരികയാണ്. ചിത്രം 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ്. എന്താണ് വരുന്നത്? UDF അധികാരത്തിൽ വരാൻ പോകുന്നു, കേരളത്തിലെ UDF മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ള രീതിയിൽ വരികയും അത് കഴിഞ്ഞ് 21 സാധാരണ സംസ്ഥാന ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് നെക്സ്റ്റ് ഡേ നമുക്ക് എക്സിറ്റ് പോൾ വരും. പക്ഷേ ഇതെന്താ ഇപ്രാവശ്യം പല സ്ഥലങ്ങൾ പല സ്റ്റേറ്റിലും പല സമയങ്ങളിലായതുകൊണ്ട് 29-ാം തീയതി വരെ എക്സിറ്റ് പോളിന് സമയം കിട്ടുകയാണ്. 29-ാം തീയതി വൈകുന്നേരം വന്നിട്ട് എക്സിറ്റ് പോൾ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാം ഈ ട്രെൻഡിൻ്റെ ഭാഗമായി UDF എവിടെ മുഖ്യമന്ത്രി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് മുഖ്യമന്ത്രി UDFന് അധികാരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ആരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്? കേരളത്തിലെ മാധ്യമങ്ങളല്ലേ? പിന്നെ ഡൽഹിയിലും ബോംബെയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഇരിക്കുന്ന ആൾക്കാരാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്. അവിടെ നടത്തിയിട്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെയാണ് 20,000 സാമ്പിൾ എടുക്കുന്നു, ഹെലികോപ്റ്റർ എടുത്ത് പോയി പോലും കാണാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ളവർ വരെ പിന്നെ 9 ഇന്നോവയിൽ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എക്സിറ്റ് പോൾ ഇറക്കുന്നത്. അതിൻ്റെ അകത്ത് TVക്ക് അധികാരത്തിൽ വരുന്നു, പിന്നെ ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിൽ വരത്തില്ല, അവിടെ നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെന്ന് പറയുന്നു, അതും വലിയ മാർജിനിൽ വരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇവിടെ കേരളത്തിൽ UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണ്? ഞാൻ സ്റ്റഡി ചെയ്ത കണക്ക് പ്രകാരമാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 42% മേലെ UDFന് വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടണം കേരളത്തിൽ. 42%, കുറഞ്ഞത് 40% മേലെയെങ്കിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടണം. എന്തുകൊണ്ട് അങ്ങനെ കിട്ടണം എന്ന് പറയുന്നത്, UDFൻ്റെ വോട്ടുകൾ പോക്കറ്റ് ബേസ്ഡ് ആണ്. മലപ്പുറത്ത് 100% കിട്ടും, അല്ലെങ്കിൽ 80% കിട്ടും എന്ന് കൂട്ടിക്കോളൂ. 80% UDFന് അനുകൂലമാണ്. കോഴിക്കോട് ഏകദേശം 45-46% മേലെ UDFന് അനുകൂലമായിട്ട് കിട്ടും. അതുപോലെ നേരെ തിരിച്ചുമാണ് കൊല്ലത്തും പാലക്കാടും തൃശ്ശൂരിനും LDFന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യപ്പെടുക. അപ്പം ഇതെല്ലാം കൂടി കേരളത്തിലെ കണക്കെല്ലാം കൂടി എടുത്തിട്ട് 45% കിട്ടാൻ പോവുകയാണ്, 45% കിട്ടുമ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പറയേണ്ടതാണ് 2011 ഇലക്ഷനാണ് ഞാനിതിനെ ഉത്തരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്നറിയോ? 45.83% വോട്ട് മേടിച്ചിട്ടാണ് UDF 71 സീറ്റിൽ അധികാരത്തിൽ വന്നത്. 45.83. അന്ന് LDFന് കിട്ടിയ 45.36. എന്നാൽ 0.5% വ്യത്യാസത്തിലാണ് ഒരു സീറ്റിൻ്റെ അധികാരത്തിൽ UDF അധികാരത്തിൽ വരുന്നത്. അന്ന് 10%-ഓളം 11% ആർക്ക് പിന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ളൂ, BJPക്ക് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉള്ളൂ. ഇപ്പോഴെങ്ങനെയെന്നറിയോ? ഇപ്പോൾ 18% നിന്നാണ്, അല്ല 16% നിന്നാണ് BJP 13% വന്ന് നിൽക്കുന്നത്. ഈ കുറഞ്ഞ പെർസെൻറ്റേജ് BJP 13% കൂടുതൽ BJP വോട്ടിംഗ് പെർസെൻറ്റേജ് പിടിക്കുകയാണെങ്കിൽ അതും UDFനെ ബാധിക്കും. നമ്മൾ ഈ പറയുന്നത് പോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ട് ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നും ഇതാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന സസ്പെൻഷൻ ഓർഡർ മേശപ്പുറത്തിരുന്നോട്ടെ, അടുത്ത സർക്കാർ വരുമ്പോൾ അത് ഞാൻ പോക്കറ്റിൽ കുത്തിക്കൊണ്ട് നടക്കും എന്ന് പറയുന്നത് കേട്ട് വിശ്വസിച്ചിട്ട് ഇതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് കേൾക്കാൻ ഒരു ഉദ്ദേശമില്ല എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? കാസർഗോഡ് UDF അധികാരത്തിൽ വരണമെങ്കിൽ 4 സീറ്റ് കിട്ടണം. കിട്ടും, നിങ്ങൾ ഉറപ്പിക്കാം. എറണാകുളത്ത് 0 മാർജിൻ, ഒരു ഒറ്റ സീറ്റ് പോലും LDFന് കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ഞാൻ സമ്മതിക്കാം. ഇടുക്കിയിലും കോട്ടയത്തും ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിന് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം, UDF അധികാരത്തിൽ വരുന്നു. അത് സമ്മതിക്കാൻ ഞാനില്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 3 സീറ്റ് എറണാകുളത്ത് കിട്ടും, അറ്റ്ലീസ്റ്റ് 2 സീറ്റ് ഇടുക്കിയിൽ കിട്ടും, അറ്റ്ലീസ്റ്റ് 5 സീറ്റെങ്കിലും 4 സീറ്റെങ്കിലും കോട്ടയത്തും കിട്ടും. ഇത് ഉറപ്പാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല കോഴിക്കോടത്തെ അവസ്ഥ എന്താണ്? കോഴിക്കോട് നമ്മൾ പറയുന്നത് പിന്നെ 13 സീറ്റെങ്കിലും UDFന് കിട്ടും എന്നുള്ളതാണ്. 12 സീറ്റെങ്കിലും കിട്ടും, 13 സീറ്റൊക്കെ ഉറപ്പിക്കാം എന്നുള്ളതാണ്. 7 സീറ്റ് കിട്ടിയാൽ തന്നെ LDFന് കോഴിക്കോട് 7 സീറ്റ് കിട്ടിയാൽ തന്നെ ഭരണ തുടർച്ചയുണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പാലക്കാട്, കോഴിക്കോട്, തിരുവനന്തപുരം ഒക്കെ ഇപ്പൊ കഴിഞ്ഞ എറണാകുളം ഡിസ്ട്രിക്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 0 ആണ്. ഞാനത് പറയാൻ കാരണം മാധു, 60 സീറ്റാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ. ഇത്രയും ട്രെൻഡ് ഉണ്ട്. 534 പഞ്ചായത്തുകളിലേക്ക് UDF അധികാരത്തിൽ വന്നപ്പോൾ LDFന് പഞ്ചായത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 60 സീറ്റ്, ഏകദേശം 33% വോട്ട് അവിടെ ഉണ്ട്. അത് അല്ല ഞാൻ പറയുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നു എന്ന് പറയുന്ന സമയമാണല്ലോ. വലിയ രീതി മുസ്ലിം കൺസോൾട്ടേഷൻ അല്ലെ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടന്നു എന്ന് പറയുന്ന സമയമാണല്ലോ. ഈ നടന്നു എന്ന് പറയുന്ന സമയങ്ങളിൽ കൂടെ ഇത്രയും സീറ്റ് അവിടെ കിട്ടുന്നുണ്ട്. അന്ന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നല്ല രീതിയിലുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഇഷ്യൂ ഭയങ്കരമായി കേരളത്തിൽ ചർച്ച ചെയ്ത സമയമാണ്. ഈ പറഞ്ഞ ശബരിമല ഇഷ്യൂ വലിയ രീതിയിൽ ചർച്ച ചെയ്താണ്. 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ സംസാരം കൊണ്ട് മുസ്ലിം കൺസോൾട്ടേഷൻ നടക്കുകയും ഈ ശബരിമല ഇഷ്യൂ കൊണ്ട് ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയത്തും കൂടെ എന്താണ് സംഭവിച്ചത്? ഈ 60 സീറ്റ് LDFന് കേരളത്തിൽ കിട്ടി.
ആ 60 സീറ്റ് ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ പോൾ സർവേ നടക്കുന്ന സമയമുണ്ട്. ഈ ഇലക്ഷൻ്റെ സമയത്ത് ഈ ശബരിമല ചർച്ചയായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ഇലക്ഷൻ്റെ സമയത്ത് ചർച്ചയായിട്ടില്ല. മാത്രമല്ല വയനാട്ടിലെ വീട് കൊടുക്കാത്ത പ്രശ്നം കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടന്ന സമയത്ത് ആ 60 സീറ്റിൽ താഴേക്ക് പോകും. 45 സീറ്റ് LDF കേരളത്തിൽ വയനാട്ടിൽ എത്ര സീറ്റ് യു ഡി എഫിന് കിട്ടും? ഒരു സീറ്റ് അല്ല, ഒരു സീറ്റ് LDF കിട്ടും. മാനന്തവാടി 2 സീറ്റ്, 3 സീറ്റല്ലേ ഉള്ളൂ. കൽപ്പറ്റയിൽ സുൽത്താൻ ബത്തേരി, വയനാട് വീട് നമ്മുടെ വാർത്ത അനുസരിച്ച് അല്ല, അത് മണ്ഡലത്തിന്റെ ഗുണമാണ്. വിജയവുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ടെന്ന് റിപ്പോർട്ടറുടെ വാർത്തയുണ്ടല്ലോ. നമ്മുടെ വാർത്തയില് CPM-ന് കാര്യത്തിലാണ്. അല്ല, വയനാട് 3-ൽ 1 മാക്സിമം LDF. അതെ, ഞാൻ ചോദിക്കുന്നത് ഇവിടെ യുഡിഎഫിനെതിരായ വികാരം ഉണ്ടെങ്കിൽ വയനാട്ടിൽ അത് പ്രതിഫലിക്കണമല്ലോ. വേറൊരു കാര്യം അങ്ങനെയല്ല, മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾക്ക് ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റിൽ അധികാരത്തിൽ വന്ന സമയത്ത് 14 സീറ്റ് മലപ്പുറത്ത് ലീഗിന് കിട്ടി, അല്ലെങ്കിൽ UDF കിട്ടി. എങ്ങനെയാണ്? അത് ജില്ലയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കൽപ്പറ്റ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ UDF കുറച്ച് മേൽക്കൈയിട്ടുള്ള സ്ഥലമാണ്. ബത്തേരിയെ സംബന്ധിച്ചിടത്തോളം മേൽക്കൈയുള്ള സ്ഥലത്താണ്. IC ബാലകൃഷ്ണൻ കേരളത്തിലെ ഏറ്റവും നല്ല ലെജിസ്ലേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജില്ലയുടെ പ്രത്യേകത കൊണ്ട് ജില്ലയിൽ ദുരന്തമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കാത്ത പാർട്ടിക്ക് ജില്ലയുടെ പ്രത്യേകത. അപ്പൊ അങ്ങനെയാണ് കോൺഗ്രസ് കൊടുത്തായിരുന്നോ? കോൺഗ്രസ് ആ ചർച്ച ചെയ്ത് എങ്ങനെയാണ് ചർച്ച ആവില്ലായിരുന്നല്ലോ. അതാണ് പറഞ്ഞത്. വയനാട്ടിൽ ഈ സമയത്ത് കേരളത്തിൽ പിരിവ് നടത്തിയിട്ട് വീട് വെച്ച് കൊടുക്കാത്തതിൽ ചർച്ചയായത് കഴിഞ്ഞ ഇലക്ഷനിലാണ്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് പഴയ കാര്യം പറഞ്ഞാലേ വോട്ടിംഗ് കഴിഞ്ഞല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ എക്സാക്ട് പോളുമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യമില്ലേ, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ കൊണ്ട് ന്യൂനപക്ഷ വോട്ടിൽ മാത്രമാണ് മാറ്റമുണ്ടാകുന്നതെന്ന് ഉള്ളതൊരു അതൊരു തെറ്റിദ്ധാരണയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ ബുദ്ധിമുട്ടിക്കുന്നത് സെക്യുലർ മനോഭാവമുള്ള മനുഷ്യരെ ആകെയാണ്. അതൊരു കമ്മ്യൂണിറ്റിയെ എന്ന നിലയ്ക്ക് നമ്മൾ കാണേണ്ടതില്ല. മധുർ, ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ലീഗിനോട് അഭിപ്രായം ചോദിക്കാതെ കേരളത്തിൽ ഒരു ഞാനത് വർഗീയതയായി കണക്കാക്കി നമ്മൾ തർക്കിക്കുകയും മാധു എന്നോട് വലിയ രീതിയിൽ തർക്കിക്കുകയും ചെയ്ത കാര്യമാണ്. അതെ, അതാണ് ഞാൻ പറയട്ടെ. ഇന്ന് പിന്നെ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് വേണ്ട, അവിടെ ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് VD സതീശന് അനുകൂലമാണെന്ന് തോന്നിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കും നമ്മൾക്കും കേരള സമൂഹത്തിനും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിങ്ങളെ വിമർശിക്കുന്നതാകുക എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടാൽ കേരളത്തിലെ അവസ്ഥ എന്താ? അതിന്റെ കാര്യം അല്ല, ഞാൻ പറയുന്നത് വിമർശിച്ചിട്ട് മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അതിന് ഒപ്പീസെല്ലാം പോയത്. അല്ല, അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഓരോ സമയങ്ങളിൽ അതിനനുസരിച്ച് ഈ സംവിധാനത്തെ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ മുസ്ലിം കൺസോൾട്ടേഷൻ, ഇപ്പം കേരളത്തിൽ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ട്. ഞാൻ ഇപ്പം ഈ സർവേ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും 30% വോട്ട് എല്ലാ സർവേകളും ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് 30% LDF കിട്ടി എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഒരു ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞു. നേരത്തെ മാധു പറഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 7% വോട്ട് അതേഴ്സ് കാറ്റഗറി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകൾ. ഈ 7% എന്ന് പറയുന്നത് നിർണായകമായ വോട്ടാണ്. ഇത് ട്രഡീഷണലി കനകോലുവിൻ്റെ ഫൈൻഡിങ്സിൽ പറയുന്ന രസകരമായ ഒരു കാര്യം, ഈ അതേഴ്സ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പിടിച്ച് തൊട്ടടുത്ത വർഷത്തെ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അതിൽ ഭൂരിപക്ഷവും പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഇടതുപക്ഷത്തേക്കാണ് പോവുക. അതാണ് ഇതുവരെയുള്ള പാറ്റേൺ എന്ന് പറയുന്നത്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് UDF പോയാൽ മാത്രമേ അങ്ങ് പറഞ്ഞ 40% മുകളിലേക്ക് കയറും. പലപ്പോഴും രാഷ്ട്രീയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നത് പലപ്പോഴും രാഷ്ട്രീയാതീതമായിട്ടാണ്. ആണ്, പക്ഷെ എന്നാൽ പോലും അതേഴ്സ് എന്ന കാറ്റഗറി 7% അതായത് ഒരു UDF LDF BJP ഭാഗമല്ലാതെ മത്സരിച്ച് വിജയിച്ചു. അത് നമ്മുടെ വാർഡിൽ നിൽക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാറ്റേൺ എന്ന് പറയുന്നത് 2001 മുതൽ എങ്ങനെയാ പാറ്റേൺ? അതിൽ 7% ഉണ്ടെങ്കിൽ ഒരു 50%, 60% LDF പോകുന്നു എന്നുള്ളതാണ് പാറ്റേൺ. അത് ബ്രേക്ക് ചെയ്യണം. അല്ല, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട MLA-മാരെല്ലാം ഇലക്ഷൻ ശേഷവും ഇലക്ഷന് മുൻപും ഈ പറഞ്ഞ പോലെ അവരുടേതായ മണ്ഡലങ്ങളിൽ സർവേ നടത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഒരു ധാരണയുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾക്കിപ്പോൾ പരിചയമുള്ള നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നമ്മളോടിപ്പോൾ നുണ പറയുക, കാരണം ജയിക്കാൻ പോകുന്നത് ഞാൻ ജയിക്കില്ല, നമുക്ക് ഏകദേശം സംസാരത്തിൽ നിന്ന് കാര്യം മനസ്സിലാവുമല്ലോ. അപ്പം ഈ പറയുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ടല്ലോ, ഇത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ പോലും അത്ര ഒരു ഇതില്ല. ഞാൻ ഇന്നലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? UDF അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്,
ഇത് എത്ര സീറ്റ് എന്ന് പറയുന്നില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിനകത്ത് സംശയമുണ്ട് എന്നാണ് പറയുന്നത്. ആ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നത്. പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ജനപ്രിയ MLA-മാരെ മറിച്ചിടാൻ തക്കതായിട്ടുള്ള കാറ്റ് വീശിയിട്ടില്ല. ഇതാണ് LDF-നെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫിഡൻസ്. ഭരണമാറ്റം ഉറപ്പിച്ചു എന്നുള്ളതായിരുന്നു ചോദ്യം. 4 പേർ നോ എന്ന് പറയുന്നു, ഒരാൾ മാത്രം യെസ്.